إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين يؤتون ما أتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون أيها الناس أوصيكم إياي أولا بتقوى الله പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കി അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം ജീവിതത്തിന്റെ ഓരോ മേഖലയിലും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കല് ബസ്രയുടെ തെരുവോരങ്ങളില് അങ്ങാടിയില് ഒരു മുഴുക്കുടിയനായ വ്യക്തി 4 കാലില് നിന്നുകൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ ഇങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഓരോ കോപ്രായങ്ങൾ ഇങ്ങനെ ആളുകളുടെ മധ്യത്തിൽ നിന്നിങ്ങനെ ചെയ്യുമ്പോൾ ചുറ്റും ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുന്നുണ്ട്. ഈ ആളുകള് ഇദ്ദേഹത്തിന്റെ ചുറ്റും തടിച്ചിങ്ങനെ കൂടുന്ന കാണുമ്പോൾ ഇദ്ദേഹത്തിന് ആവേശം വീണ്ടും വർദ്ധിക്കുക. തൻ്റെ കയ്യിലുള്ള കുപ്പി ഉടച്ചുകൊണ്ടും അതെല്ലാവരുടെയും നേരെ ഇങ്ങനെ ചുറ്റും ചൂണ്ടിക്കാണിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടും തെരുവോരങ്ങളിലുള്ള കച്ചവട വണ്ടികളൊക്കെ മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അഭ്യാസ പ്രകടനത്തിൽ ഇങ്ങനെ മുഴുകി വലിയ ആളായിക്കൊണ്ടിരിക്കുക. ചുറ്റുമുള്ള ആളുകളൊക്കെ അതിങ്ങനെ നോക്കിക്കണ്ട് അയാളുടെ ചുറ്റും കൂടിക്കൊണ്ടിരിക്കുക. അല്പനേരം ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞപ്പോ അപ്പുറത്തുകൂടി ഒരു കഴുതപ്പുറത്ത് ഒരു മനുഷ്യൻ സഞ്ചരിച്ച് ആ വഴി ഇങ്ങനെ നടന്നു വരിക. ആ കഴുതപ്പുറത്ത് ഒരു മനുഷ്യൻ വരുന്നത് കണ്ടപ്പോ ഈ ചുറ്റും കൂടിയ ആളുകൾ മുഴുവൻ ഇയാളെ അടുത്ത് നിന്ന് മാറി ആ കഴുതപ്പുറത്ത് സഞ്ചരിച്ചു വന്ന ആ മനുഷ്യന്റെ നേരെ എല്ലാവരും അങ്ങോട്ട് ഓടുക. ഈ മനുഷ്യനെ, ഈ വെള്ളമടിച്ച് ലക്കും ലെവലും ഇല്ലാതെ നിന്ന ഈ ഒരു വ്യക്തി, ഇയാളിങ്ങനെ അമ്പരം നിന്നു. ഇത്രയും നേരം എന്റെ ചുറ്റും കൂടിയിരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് വെച്ചതാ എല്ലാരും കൂടി പോകുന്നു. അയാള് തൊട്ടടുത്ത് നിന്ന ഒരു കച്ചവടക്കാരനോട്, ആരാണ് ആ കഴുതപ്പുറത്ത് വന്നത്, എന്താണ് അയാൾക്ക് ഇത്ര വലിയ പ്രത്യേകത, ഇത്രയും നേരം എന്റെ ചുറ്റും നിന്ന് കാഴ്ചക്കാരായി നിന്നവരെല്ലാരും ഒറ്റയടിക്ക് നേരെ അവിടെ പോകാൻ മാത്രം ഇത്രയും വലിയ മഹാനായിട്ടുള്ള വ്യക്തിയാണോ അയാൾ, ആരാണ് അയാൾ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഈ കച്ചവടക്കാരൻ തിരിച്ചു പറഞ്ഞ മറുപടി, അദ്ദേഹത്തെ അറിയില്ലയോ നിങ്ങൾക്ക്, അദ്ദേഹത്തെ താങ്കൾക്ക് പരിചയമില്ലയോ, പ്രശസ്തനായ ഹദീസ് പണ്ഡിതൻ ആയ ഇമാം ശുഅബ ഇബ്ൻ അൽ ഹജ്ജാജ് ആണ് വന്നത്, അദ്ദേഹത്തെ താങ്കൾക്ക് പരിചയമില്ലയോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപാട് ഈ മുഴുക്കുടിയനായ ഈ വ്യക്തി നേരെ ആ കഴുതപ്പുറത്തുള്ള ഹദീസ് പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇമാം ശുഅബയുടെ അടുത്തിട്ട് പോയിട്ട് മറ്റുള്ള ആളുകളൊക്കെ മാറ്റിക്കൊണ്ട്
വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുക, ഇത്രയും വലിയ ഹദീസ് പണ്ഡിതനാണോ താങ്കൾ? അങ്ങനെയാണല്ലോ ആളുകളൊക്കെ പറയുന്നത്. അത്രയും വലിയ വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇപ്പോ എനിക്ക് ഒരു ഹദീസ് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇമാം ഷുഅബ അല്പസമയം ഒന്നും മിണ്ടാതെ ഈ വ്യക്തിയുടെ കണ്ണുകളിലോട്ട് ഇങ്ങനെ നോക്കി നിന്നു. മറ്റംഗരക്ഷകരെ വിളിച്ചു കൂട്ടുകയോ ആളുകളെ വിളിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തെ അല്പനേരം നോക്കിക്കൊണ്ട് ഒരു ഹദീസിന്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞു കൊടുക്കുക. ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. ഇദാ ലം തസ്തഹി, താങ്കൾക്ക് ലജ്ജ എന്നുള്ള ഒന്ന് ഇല്ല എങ്കിൽ ഫസ്ന മാ ശിഅത, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്നുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രം. എന്നിട്ട് അദ്ദേഹം തൻ്റെ കഴുതപ്പുറത്ത് സഞ്ചാരം തുടരെ അവിടുന്ന് സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു പോവുക. ഈ ഒരു ഭാഗം കേട്ട് കഴിഞ്ഞ് ഈ മുഴുക്കുടിയനായി ലഹരിയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഷോക്കേറ്റ പോലെ അവിടെ തരിച്ചു നിൽക്കുക. ഒരുപാട് നേരം അതേ നിൽപ്പ് അദ്ദേഹം അവിടെ നിൽക്കുകയുണ്ടായി. തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞ് ഇത് തന്നെ മനസ്സിൽ ആവർത്തിച്ച് മനസ്സിൽ മുഴങ്ങുകയുണ്ടായി. പിന്നീട് അദ്ദേഹം മാനസാന്തരമുണ്ടായി മദീനയിൽ ഇമാം മാലിക്കിന്റെ ശിഷ്യനായിക്കൊണ്ട് ഹദീസ് പഠിക്കാൻ വേണ്ടി യാത്ര പുറപ്പെടുക. ചരിത്രത്തിലെ അപൂർവ നേട്ടങ്ങളിലൊന്നായ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും രണ്ടു പേരുടെയും ഗുരുനാഥനായി മാറി എന്നുള്ള നേട്ടം കൈവരിച്ച അബ്ദുല്ലാഹിബ്നു മസ്ലമ എന്ന മഹാഹദീസ് പണ്ഡിതനായി അദ്ദേഹം മാറി എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒരൊറ്റ ഹദീസിന്റെ ഒരു കഷ്ണം ഒരാളെ ഏതൊരവസ്ഥയിലായിരുന്നോ അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. എത്രയെത്ര ഹദീസുകളാണ്, എത്ര എണ്ണമറ്റ ഖുർആൻ ആയത്തുകളാണ് നാം നിരന്തരമായി കേൾക്കുകയും പാരായണം ചെയ്യുകയും അതിലൂടെയൊക്കെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത്. നാം ഒക്കെ കേട്ടിട്ടുള്ള ഖുർആൻ ക്ലാസ്സുകളുടെയും ഖുതുബകളുടെയും എണ്ണം എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ശരിക്കും ലജ്ജ തോന്നിപ്പോ. എന്തുകൊണ്ടാണ് ചിലർക്ക് ഒരു ചെറിയ ഒരു ഭാഗം മാത്രം, ഒരു ഹദീസിന്റെ ഒരു ഭാഗം മാത്രം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളില് ഒരു പുതുമ, ഒരു പുതിയ ജീവിതത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത്, ആത്മസംസ്കരണം നടക്കുന്നത്? മറ്റു ചിലർക്ക് അതുകൊണ്ട് ഒരു വ്യത്യാസവും അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. മുഹാസബ, ആത്മവിചാരണ എന്നുള്ള ഒന്ന് ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോഴാണ് ഈ ഒരു വ്യത്യാസം സംഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. തെളിവ് വേണോ? വ്യക്തമായിട്ടുള്ള തെളിവ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച ആദ്യത്തെ അവസരത്തിൽ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് കേട്ടോ. فأزلهما الشيطان عنها فأخرجهما مما كان فيه فقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. റബ്ബ് ആദം നബിയെയും ഹവ്വാബിയെയും അതിന്റെ കൂടെ തന്നെ ഇബ്ലീസിനെയും സ്വർഗത്തിൽ നിന്ന് ഗെറ്റ് ഔട്ട് ഒരുമിച്ചടിച്ചു. ഈ രണ്ടു കൂട്ടരെയും അവിടെ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഒരാളെ എല്ലാ കാലത്തും വെറുക്കപ്പെട്ടവനായിട്ട് മാറ്റുകയും മറ്റൊരു കൂട്ടർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവില്ലേ രണ്ടും തമ്മിൽ? فَتَلَقَّى آدَمُ مِنْ رَبِّهِ كَلِمَاتٍ فَتَابَ عَلَيْهِ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. ആദമിന് അള്ളാഹു പുറത്തു കൊടുത്തു എന്നാണ് നമുക്കവിടെ പറഞ്ഞു തരുന്നത്. ഇബ്ലീസ് താൻ ചെയ്ത ഒരു പ്രവൃത്തി അതിൽ പൂർണ്ണമായിട്ടും ശരിയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന സമയത്ത് ആദം അലൈഹിസ്സലാം താൻ ചെയ്ത ആ ഒരു പ്രവൃത്തിയില് അതിൽ ഇങ്ങനെ സ്വയം ആത്മഗതം നടത്തിക്കൊണ്ട്, പുനർവിചിന്തനം നടത്തിക്കൊണ്ട്, അതിലുള്ള ഖേദത്താൽ തന്റെ രക്ഷിതാവിലേക്ക് ഖേദിച്ച് മടങ്ങി റബ്ബനാ വലംനാ അൻഫുസനാ,
ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവരാണ്. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ നീ ഏകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഞങ്ങൾ പെട്ടുപോകുമെന്നുള്ള ഒരു പ്രഖ്യാപനം അത് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടരെ റബ്ബ് പുറത്തു കൊടുക്കുകയും അവരെ ഏറ്റവും ഉയർന്ന തലങ്ങളിലോട്ട് ഉയർത്തുകയും അതിന് നേരെ വിപരീതമായി ഈ ആത്മവിചാരണം നടത്താൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടത്തെ റബ്ബ് ഏറ്റവും തരം താഴ്ത്തുകയും ചെയ്യുന്ന സമയത്ത് എത്രത്തോളമാണ് ആത്മവിചാരണ, അതിന്റെ പ്രാധാന്യം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പക്കൽ എന്നുള്ളത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുണ്ടെങ്കിൽ മാത്രമേ റബ്ബിന്റെ പക്കൽ നിന്നുള്ള തസ്കിയ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ആത്മവിചാരണ നടത്തിക്കൊണ്ട് ഓരോ സമയവും ഹൃദയം ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നതായിട്ടുള്ള, വിറയ്ക്കുന്ന രൂപത്തിലുള്ളതായിട്ടുള്ളായിരുന്നു മഹാന്മാരായിട്ടുള്ള കഴിഞ്ഞു പോയിട്ടുള്ള സഹാബാക്കളൊക്കെ എന്ന് അള്ളാഹു തന്നെ നമുക്ക് ഓതി പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആമുഖത്തില് ഓതി വെച്ചിട്ടുള്ള ആയത്ത്, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില, അവരിങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലെ നൽകേണ്ടതെല്ലാം നൽകും. ഏത് രൂപത്തിൽ എന്നറിയോ? ഹൃദയം ഇങ്ങനെ വിറയ്ക്കുന്നവരായിക്കൊണ്ട് നൽകുന്നതാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അള്ളാഹുവിനെ ഒരു നാൾ കണ്ടുമുട്ടേണ്ടവനാണ് ഞാൻ എന്നുള്ളത് ഓർത്തുകൊണ്ട് ഹൃദയം ഇങ്ങനെ വിറച്ചുകൊണ്ട് അവർ അള്ളാഹുവിന് നൽകേണ്ടത് മുഴുവൻ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു അവരെ കുറിച്ച് പറയാ, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, എല്ലാ നന്മയിലും അവരിങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ട് നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ തിരക്ക് കൂട്ടുന്ന പറഞ്ഞു. ഈ ആയത്തുകൾ ഇറങ്ങി കഴിഞ്ഞപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ പറഞ്ഞ കൂട്ടര് ആരാണവര്? ഈ കൂട്ടര് ആരെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്? കളവ് നടത്തുന്നവരും വ്യഭിചാരികളും അതുപോലെ തന്നെ മദ്യം കഴിക്കുന്നവരുമായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണോ അള്ളാഹു ഈ ആയത്തില് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തിട്ടുള്ള മറുപടി, ലാ യാ ബിൻത സുദ്ദീഖ്, അല്ലയോ സിദ്ദീഖിന്റെ മകളെ, അല്ലട്ടോ, നീ കരുതിയ പോലെ മോശപ്പെട്ട സമൂഹത്തിൽ മോശക്കാരായി ചിത്രീകരിക്കുന്ന ആളുകളെ കുറിച്ചിട്ടല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വലാകിന്നഹുമുല്ലദീന യുസ്വല്ലൂന വയസൂമൂന വയതസദ്ദഖൂൻ, പക്ഷെ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സ്വതക്ക നൽകുകയും ചെയ്തിട്ടുള്ള നാം എല്ലാവരും ഏറ്റവും ഉയർന്ന ഗണത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാണ് എന്ന് കണക്കാക്കുന്ന ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർ ചെയ്തിട്ടുള്ള അമലുകൾ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിരന്തരമായി ആത്മവിചാരണ നടത്തിക്കൊണ്ട് ഹൃദയം ഇങ്ങനെ പെടയ്ക്കുന്ന ആളുകളായിട്ടാവും അവരുണ്ടാവുക എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് തിരിച്ച് കൊടുത്തിട്ടുള്ള മറുപടി. ഓരോ സമയവും ഇങ്ങനെ പേടിയോടുകൂടി ഒരൊറ്റ ഭാഗം കേട്ടാൽ മാത്രം മതി അവർക്ക്. നമുക്ക് ഉള്ള ഒരു പേടിയല്ല കേട്ടോ, ശരിക്കും ഒരു ബാബ് തന്നെ സ്വഹീൽ ബുഖാരിയിലുണ്ട്, ബാബു ഖൗഫുൽ മുഅ്മിനു അൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉർ. ഒന്ന് ആലോചിച്ച് നോക്കി, നാം അറിയാതെ ഒരു മുഅ്മിൻ അവരുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അധ്യായം തന്നെ സ്വഹീൽ ബുഖാരിയിലുള്ള സമയത്ത് എത്രത്തോളമായിരുന്നു നമ്മുടെ മുൻകാല മഹാന്മാർ അള്ളാഹുവിനോട് അടുത്ത ആളുകൾക്ക് ഇതിനോടുള്ള ആത്മവിചാരണ നടത്തിയിട്ടുള്ള ഭയം എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ച് നോക്കുക. നമുക്കുള്ള ഭയമല്ല. ഉസ്താദെ, ഞാൻ എല്ലാ വട്ടവും നമസ്കരിച്ച് സുജൂദിൽ നിന്ന് അടുത്ത റക്അത്തിലേക്ക് എണീക്കുന്ന സമയത്ത് കൈ കുത്തിയിട്ട് എണീക്കുക. കഴിഞ്ഞ നിസ്കാരത്തിൽ കൈ കുത്താൻ വിട്ടുപോയി, എന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടും, ഞാൻ രണ്ടാമത് മാറ്റി നിസ്കരിക്കണം എന്നുള്ളത്. ചോദ്യങ്ങൾ അജാതി ചോദ്യങ്ങളാണ് വരിക എന്നുള്ള അറിയാം. ശരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഏത് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നാം ചിന്തിച്ചു നോക്കേണ്ട ഒന്നാണ്. വരുന്ന വഴിക്ക്, പള്ളിയിലോട്ട് നമസ്കരിക്കാൻ വരുന്ന വഴിക്ക് തന്റെ ലക്കും ലെവലുമില്ലാത്ത നാവ് കൊണ്ട് ഒരുപാട് വ്യക്തികളെ
വേദനിപ്പിച്ചുകൊണ്ടാവും അവരുന്നുണ്ടാവും. പക്ഷെ അങ്ങോട്ട് ചിന്ത പോകാതിരിക്കുകയും ചിന്ത ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ മാത്രം കിടന്ന് ചിന്തിക്കുകയും അവിടെ മാത്രം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നാം ഭയത്തോടു കൂടി ചിന്തിക്കണം കേട്ടോ. ആത്മവിചാരണ നടത്താൻ തയ്യാറായിട്ടില്ലേ നാം എന്നുള്ള ഗൗരവത്തോടു കൂടി നാം സ്വയം ചോദിക്കേണ്ട ഒന്നാ. ശരിക്കും ഈ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നാം എല്ലാവരും തൗഹീദിൽ മുറുകെ പിടിക്കാൻ, തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ ഭാഗ്യം ലഭിച്ചവരാണ്. നമുക്ക് ചുറ്റുമുള്ള മഹല്ലുകളിലുള്ളവരെ കണ്ടോ, പള്ളികളിലുള്ളവരെ കണ്ടോ, അവരെല്ലാവരും ഷിർക്കുകളിലും ഖുറാഫാത്തുകളിലും എല്ലാവിധ ബിദ്അത്തുകളിലും മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കവരെ ഉപദേശിക്കേണ്ടതുണ്ട്, പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ പറഞ്ഞു പോകാൻ ഇവിടുന്ന് ഭയങ്കര എളുപ്പമാണ്. അതിങ്ങനെ രോമാഞ്ചം കൊണ്ട് ഇവിടെ ഇരുന്നാണ്ട് കേൾക്കാനും എല്ലാവർക്കും ഭയങ്കര സന്തോഷ. ചുറ്റുമുള്ളവരെങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിയായ സന്തോഷ. കുഫറിനെ കുറിച്ചിട്ട് ഒരൊറ്റ ആയത്ത് കേട്ടാൽ മതി, എന്റെ ഉള്ളിൽ ഈ കുഫറിന്റെ അംശമുണ്ടോ എന്ന് ഭയത്തോടുകൂടി ചിന്തിച്ചിരുന്നവരായിരുന്നു സഹാബകൾ. നമുക്കോ കുഫറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരൽ ചുറ്റുമുള്ളവര് എന്തൊരവസ്ഥ, എല്ലാവരും കുഫറിലാണ്. കുഫ്ർ, കാഫിര്യങ്ങളെ തട്ടി നടക്കാൻ പറ്റാത്ത സാഹചര്യം. നിഫാക്കിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ വന്നാൽ മതി, നാഫഖ ഹൻവല എന്ന് പറഞ്ഞുകൊണ്ട് ഭയത്തോടുകൂടി ഓടിയിട്ടുള്ള ഹൻവല റളിയല്ലാഹു അൻഹു. ഹൻവല മുനാഫിക്കായി പോയി പറഞ്ഞുകൊണ്ട് ഓടുന്ന ഹൻവല റളിയല്ലാഹു അൻഹുവിനാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുക. ഏത് ഹൻവല റളിയല്ലാഹു അൻഹു തന്റെ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മറ്റുള്ളവരുടെ വാക്കുകളൊന്നും കേൾക്കാതെ യുദ്ധക്കളത്തിലോട്ട് ഇറങ്ങി പുറപ്പെട്ട് തന്റെ ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ വെടിഞ്ഞ ഷഹീദായ അതേ ഹൻവല റളിയല്ലാഹു അൻഹു. കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം. അതേ ഹൻവല റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കേട്ട് ഞാനും മുനാഫിഖായി പോയി എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ദീഖുൽ അക്ബർ ആയിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രശസ്തനായ ഒരു താബിയുണ്ട്, ഇബ്നു അബി മുലൈഖ. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതകാലത്ത് 30ഓളം സഹാബാക്കളുടെ കൂടെ വർത്തിച്ചിട്ടുണ്ട്. ഈ 30 സഹാബാക്കളും അവരുടെ ഉള്ളില് നിഫാഖ് ഉണ്ടോ എന്ന് ഭയന്നവര് തന്നെയായിരുന്നു. ഒരാള് പോലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടില്ലാത്തതായിരുന്നു എന്ന് പറയുന്ന സമയത്ത് പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലെ ആത്മവിചാരണയും അവരുടെ ഉള്ളിലുള്ളതും പുനർവിചിന്തനം ഏത് തലത്തിലോട്ടാണ്, ഏത് വ്യത്യസ്ത തലങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായി ഗൗരവത്തോടു കൂടി നാം വിലയിരുത്തി നോക്കേണ്ടതാണ്. നമുക്ക് ഉണ്ടാവാറുണ്ട് എന്തെങ്കിലുമൊക്കെ ശിക്ഷ ഭയന്നുകൊണ്ട് അല്പം മാറ്റത്തിനൊക്കെ നമ്മൾ തയ്യാറാവാറുണ്ട്. സഹാബത്താരും ഒരു ശിക്ഷയും ഭയന്നിട്ട് ഒരു മാറ്റത്തിനും അവര് തയ്യാറായിട്ടുള്ളവരായിരുന്നില്ല കേട്ടോ. അബൂ മഹ്ജർ അസ്സഖഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരിൽ അസ്സഖഫി എന്ന് വരാൻ കാരണം ത്വായിഫിലെ സഖീഫ് ഗോത്രത്തിലെ ഒരു തലവനായിരുന്നു അദ്ദേഹം. വീരശൂര പരാക്രമിയായിരുന്നു. യുദ്ധത്തിലൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു നല്ലൊരു കവി കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് വലിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. വീഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്ക് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസം. ആരും കാണാതെ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വീഞ്ഞിനെ സമീപിക്കും. ഇത് പലപ്പോഴുമായിട്ട് പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലഘട്ടത്ത് 2 തവണ ഇദ്ദേഹത്തിന് ശിക്ഷ എന്നോണം ബന്ധിതനാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം വരുന്ന സമയത്ത് അദ്ദേഹം ഇതിലോട്ട് തന്നെ അറിയാതെ പോയി പോകും. എത്ര ശിക്ഷ ലഭിച്ചാലും അദ്ദേഹത്തിന് മനംമാറ്റം ഉണ്ടായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവസാനം സഹികെട്ട് സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഇദ്ദേഹത്തിനെ ഇവിടുന്ന് പുറത്താക്കി അങ്ങോട്ട് പറഞ്ഞേക്കണം, അവിടെയെങ്കിലും ചെന്ന് ഒന്ന് നന്നായി കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഇദ്ദേഹം പോയി നിന്ന് കുറച്ചു കാലമൊക്കെ അതിൽ നിന്ന് വിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോഴാണ് പേർഷ്യക്കാരുമായിട്ടുള്ള ഖാദിസിയ യുദ്ധം വന്നെത്തുന്നത്. അദ്ദേഹം യുദ്ധത്തെ ഉയർന്ന തലത്തിലാണ് നോക്കിക്കാണുന്നത്, കാരണം വലിയ യോദ്ധാവാണ്. ആ യുദ്ധം ആരംഭിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് ഇദ്ദേഹം ആരും കാണാതെ പുറകിലൂടെ പോയി മദ്യവെച്ചു. അത് പിടിക്കപ്പെടുകയും ചെയ്തു. സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന് അതിയായ കോപം ഉടലെടുത്തു. കാരണം മുസ്ലിങ്ങൾ ഒന്നാമത് പിറകിൽ നിൽക്കുന്ന, പിന്നോക്കം നിൽക്കുന്ന
ഏത് രൂപത്തിൽ എങ്ങനെയാണ് അവരോടൊപ്പത്തിനൊപ്പം എത്താൻ സാധിക്കുക എന്നിങ്ങനെ ആലോചിച്ച് അവര് ഒരു പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയത്ത് യുദ്ധത്തിൽ മുന്നിൽ നിൽക്കേണ്ട ആള് ബാക്കിൽ പോയിട്ട് മദ്യപിക്കാം. അദ്ദേഹത്തിന് ദേഷ്യം അടക്കാൻ സാധിക്കാതെ അവിടെയുള്ള ഇവര് തമ്പടിക്കുന്ന ആ ഒരു കോട്ടയില് ഒരു മുറിയില് ഇദ്ദേഹത്തെ കാലിന് ചങ്ങലക്കിട്ടുകൊണ്ട് അവിടെ ബന്ധിതനാക്ക, ഇവിടെ കിടക്ക്, ഇനി ഇവിടെ നിന്ന് അനങ്ങരുതെന്ന് പറഞ്ഞു. യുദ്ധം ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുക. ഓരോ ദിവസവും മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ അടികൾ ഏറ്റുകൊണ്ട് ഒരുപാട് പേര്, ഒരുപാട് വിശ്വാസികൾ എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ട് കഴുത്തറ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഈ അബു മഹ്ജർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതിന്റെ കോട്ടയുടെ ആ മുറിയുടെ ജനവാതിലിലൂടെ ഇതിങ്ങനെ നോക്കി ഓരോ ദിവസവും ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതിയായ വിഷമം ഉടലെടുക്കുക. എന്റെ സഹോദരന്മാര് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ അവരെ ജീവൻ ത്യജിക്കുന്ന സമയത്ത് അബൂ മഹ്ജർ ഇങ്ങനെ ഇതിന്റെ ഉള്ളില് കാല് ചങ്ങലയുടെ ഉള്ളിലായിക്കൊണ്ട് നിന്ദ്യനായിക്കൊണ്ട് എന്റെ റബ്ബിന്റെ മുന്നിൽ എങ്ങനെ ഞാൻ നാളെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് തല ഉയർത്തി നിൽക്കും എന്നുള്ളത് ആലോചിച്ച് ലജ്ജയോടുകൂടി തല താഴ്ത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയ. എത്രത്തോളം നിത്യനായ, ഒന്നിനും പറ്റാത്തവനായി മാറിക്കഴിഞ്ഞല്ലോ ഞാൻ എന്നിങ്ങനെ സ്വയം ആത്മവിചാരണ നടത്തി അദ്ദേഹം വിഷമത്തോടു കൂടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായാവസ്ഥനായി കുറച്ച് വരികൾ അദ്ദേഹം ഇങ്ങനെ പാടുന്നുണ്ട്. എത്രത്തോളം നിർഭാഗ്യവാനാണ് ഞാൻ, സ്വയം ഏതവസ്ഥയിലേക്കാണ് ഞാൻ എന്നെ തന്നെ തരം താഴ്ത്തിയിരിക്കുന്നത് എന്നിങ്ങനെ വരികൾ അദ്ദേഹം ഇങ്ങനെ പാടുന്ന സമയത്ത് ആ മുറിയുടെ പുറത്തോടു കൂടി പോയ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൽമ റളിയല്ലാഹു അൻഹ ഇതിങ്ങനെ കേട്ടുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ല. ഇദ്ദേഹം സൽമ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, എന്നെ ഇവിടെ നിന്നൊന്ന് മോചിപ്പിച്ച് താങ്കൾക്ക് തരാമോ? അത്രയും വേദനയോട് കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ താങ്കൾക്ക് ഉറപ്പ് തരാം, ഈ ഒരു ദിവസത്തെ യുദ്ധം അവസാനിക്കുമ്പോൾ ഞാൻ തന്നെ ഈ മുറിയിലേക്ക് വന്ന് തിരിച്ച് ബന്ധിതനാക്കിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻഹുവിന് പാവം തോന്നി അദ്ദേഹത്തിനോട്. മോചിപ്പിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ കുതിരയെ കെട്ടഴിച്ച് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വിടുക. സഅദ് റളിയല്ലാഹു അൻഹു ആ അവസരത്തില് ശരീരത്തിന് ഒരുപാട് പ്രയാസം ഉണ്ടായിക്കൊണ്ട് കുതിരയുടെ മേലെ ഇരിക്കാനും യുദ്ധം ചെയ്യാനും സാധിക്കാത്തൊരവസ്ഥയില് കോട്ടയുടെ മേലെ ഇരുന്നു കൊണ്ട് കമാൻഡർ ആയിക്കൊണ്ട് അദ്ദേഹം യുദ്ധം ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ആ ഒരു ദിവസം അന്നേ വരെ തലേന്ന് വരെ കാണാത്ത ഒരു വീരശൂര പരാക്രമി ഇങ്ങനെ മുസ്ലിങ്ങളെ ഭാഗത്ത് നിന്നുകൊണ്ട് തനിക്ക് പരിചയമുള്ള തന്റെ കുതിരയോട് സമാനമായി തോന്നിക്കുന്ന ഒരു കുതിരയുടെ മുകളിൽ കയറിക്കൊണ്ട് മുന്നിൽ ഇങ്ങനെ ശത്രുക്കളുടെ തലകൾ ഇങ്ങനെ അരിഞ്ഞിട്ടുകൊണ്ട് മുന്നേറുക. ആ ദിവസം അവസാനിച്ചു. അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആരാണ് അയാൾ, ഏതാണ് ഈ മഹാൻ? ആ ദിവസത്തെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞപ്പോ തന്റെ വാക്ക് പാലിച്ചുകൊണ്ട് അബൂ മഹ്ജർ അസ്സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ സ്വയം പോയി ആ മുറിയിൽ കയറി ചങ്ങലക്കുള്ളിൽ കാലിട്ടുകൊണ്ട് അവിടെ ബന്ധിതനായിട്ടിരിക്കുക. സഅദ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കുക, ആരായിരുന്നു ഇന്ന് ഈ യുദ്ധത്തിൽ ഈ രൂപത്തില് യുദ്ധം ചെയ്ത ആ ധീരനായ പോരാളി? സൽമാൻ റളിയല്ലാഹു അൻഹു എല്ലാം തുറന്ന് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. സഅദ് റളിയല്ലാഹു അൻഹു നേരെ ആ മുറിയിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അബൂ മഹ്ജർ റളിയല്ലാഹു അൻഹു എണീറ്റുകൊണ്ട്, ഇത്രയും നേരം ഞാൻ എനിക്ക് ലഭിച്ച ആ ശിക്ഷയെക്കാളും ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു ശിക്ഷ വരാൻ പോവാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നിൽ നിന്നു കൊടുക്കുക, കീഴടങ്ങിക്കൊണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പറയാം, താങ്കളെ ഇനി ഒരിക്കൽ പോലും, താങ്കൾ എത്ര തന്നെ മദ്യപിച്ചാലും ഇനി ഒരിക്കൽ പോലും എനിക്ക് ശിക്ഷിക്കാൻ സാധിക്കില്ല കേട്ടോ, അത്രത്തോളം മഹാനാണ് താങ്കൾ. അപ്പൊ തിരിച്ച് അബൂ മഹ്ജർ അസ്സഖഫി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്യങ്ങളുണ്ട്, താങ്കൾ ഇനി ശിക്ഷിക്കുകയാണെങ്കിലും ശിക്ഷിക്കുകയില്ലെങ്കിലും എന്നെ ഒരു രൂപത്തിലും അത് ബാധിക്കുകയില്ല. എന്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷം എനിക്ക് തലയുയർത്തി നിൽക്കാൻ സാധിക്കാത്ത ഒരു പ്രവൃത്തിയിലേക്ക് ഒരു കാരണവശാലും ഞാൻ ഇനി അടുക്കുകയേയില്ലട്ടോ അദ്ദേഹം പറഞ്ഞു. ചരിത്രം രേഖപ്പെടുത്തുന്നത് പിന്നീട് ഒരിക്കലും അദ്ദേഹം മദ്യത്തിന്റെ അടുത്തോട്ട് പോലും അടുത്തിട്ടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, റബ്ബ് ഓരോ അവസരങ്ങള് അത് ജീവിതത്തിന്റെ പല മേഖലകളിലായിട്ട് നമുക്കിങ്ങനെ ഇട്ട് തരും. അത് മുറുകെ പിടിച്ചുകൊണ്ട് സ്വയം വിചാരണ നടത്തിക്കൊണ്ട് പുനർവിചിന്തനം നടത്താൻ തയ്യാറായിട്ടുള്ളവരാരാണ് എന്നുള്ള പരീക്ഷണമായിരിക്കും ഒരു പക്ഷേ റബ്ബിൻ്റെത്. ആ ഒരു നിമിഷം മുറുകെ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ചിലപ്പം ഒരവസരം
കിട്ടിക്കൊള്ളണം എന്നില്ല എന്നുള്ള കൃത്യമായിട്ട് നാം മനസ്സിലാക്കുക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ വാക്കുകൾ, ഹാസിബു അൻഫുസകും, നിങ്ങൾ സ്വയം വിചാരണ നടത്തുക, ഖബ്ല അൻ തുഹാസബു, നിങ്ങളുടെ മേൽ വിചാരണ നടത്തപ്പെടുന്നതിന് മുന്നേ എന്നുള്ള. അതിനാൽ വേറെ പ്രത്യേകിച്ച് സമയമൊന്നും ഉണ്ടാവണമെന്നില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരു കാലത്തിലോട്ട് ഇങ്ങനെ കാത്തുക. കയ്യിൽ ഈ ഫോണൊന്നും സ്ക്രോൾ ചെയ്ത് നോക്കാനില്ലാത്ത, ബെഡിൽ ഒരു ഭാഗത്ത് കിടപ്പിലായി മറ്റൊന്നും ചെയ്യാനില്ലാതെ ബോറടിച്ച് കിടക്കുന്ന ഒരു സമയത്ത് അന്നേരം കുറച്ച് വിചാരണ ഒക്കെ നടത്തി, തിരുത്താനുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി, പൊരുത്തപ്പെടിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ച് അങ്ങനെ മരിച്ചു പോവാം എന്നുള്ളൊരു ധാരണ അറിയാതെയെങ്കിലും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ പലരും. കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. ആ ഒരു അവസരം നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക, നിങ്ങളുടെ മേൽ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുൻപ് എന്ന് പറയുന്ന സമയത്ത് ഏതൊരു നിമിഷമായിരിക്കും ആ വിചാരണ ചെയ്യപ്പെടുന്ന നിമിഷം എന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ ഒരു രൂപത്തിലുമുള്ള സാഹചര്യവും ഇല്ലാത്തവരാണ് നാം ഓരോരുത്തരും എന്നുള്ളത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കുക. ഓരോ മേഖലയിലും പ്രിയമുള്ളവർ, ഓരോ മേഖലയിലും നിരന്തരമായി കൊണ്ട് വിചാരണ നടത്തി ആത്മവിചിന്തനം നടത്താൻ തയ്യാറായിട്ടുള്ളവരാവണം ഓരോരുത്തരും. എല്ലാ മേഖലയിലും നാം നടത്തിയിട്ടുള്ള ഓരോ സംസാരങ്ങളും പ്രവൃത്തികളും നമ്മുടെ വിശ്വാസങ്ങളും ഓരോ ഇടപെടലുകളും അത് മനുഷ്യരോട് തന്നെ ഉള്ളതാവണമെന്നില്ല കേട്ടോ. റബ്ബിന്റെ ഓരോ സൃഷ്ടികളോടുമുള്ള ഞാൻ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും, ഞാൻ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കഷ്ണം, ഞാൻ കത്തിച്ച് ആകാശത്തോട്ട് വിട്ടിട്ടുള്ള പല അതിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങള്, ഇതിനൊക്കെ കഴിഞ്ഞ വയനാട്ടിൽ 2 ആഴ്ച മുന്നേ നടന്നിട്ടുള്ള ആ മണ്ണിടിച്ചിലൊക്കെ ഇല്ലേ, മുന്നേ ഉണ്ടായിട്ടുള്ള പ്രളയങ്ങളില്ലേ, പല പ്രകൃതി ദുരന്തങ്ങളും ഇല്ലേ, അതിലൂടെ ഒരുപാട് കുടുംബങ്ങളും വ്യക്തികളും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ലേ. ഞാൻ നടത്തിയിട്ടുള്ള ഒരു പ്രവൃത്തിയുടെ പ്രത്യാഘാതമായി കൊണ്ടാണ് അതിനെന്തെങ്കിലും ഒരു അംശം എന്റെ പ്രവൃത്തിയിൽ നിന്ന് അതിന് ഒരു പങ്കുണ്ട് എന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടട്ടെ പ്രിയമുള്ളവരെ. അതൊരു വലിയൊരു വിശാലമായ ഒരു വിഷയം തന്നെയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ അത് ചർച്ച ചെയ്യാം. ഓരോ വിഷയങ്ങളിലും ഷിർക്ക് എന്ന് പറഞ്ഞുള്ള നമ്മെല്ലാവരും അതിങ്ങനെ ഒഴിച്ചുവിടുന്ന ഒരു വ്യക്തി. നമുക്ക് മുജാഹിദുകൾ തൗഹീദിൽ ഇങ്ങനെ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണല്ലോ. അത് നമുക്ക് വിചാരണ ചെയ്യാനുള്ള ഒരു മേഖലയായിട്ട് തന്നെ നാം പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, ലൈൻ അശ്റക്തും ലയഹ്ബതന്ന അമലക്, താങ്കൾ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ അമലുകളെല്ലാം നിഷ്ഫലമായി പോകുമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന് ശിർക്ക് സംഭവിക്കുമോ? ഇല്ലല്ലോ. അവിടെ നമുക്ക് ഓരോരുത്തർക്കും അതിനുശേഷം വരുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഇത് കടന്നുകൂടാൻ ഒരു പ്രയാസവുമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓതിത്തരികയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സിദ്ദീഖുൽ അക്ബറായിട്ടുള്ള നമുക്കൊക്കെ വിശ്വാസത്തില് അടുത്തെത്താൻ ഒരുപാട് പ്രയാസമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബൂബക്കറെ, താങ്കളുടെ ഉള്ളില് കറുത്ത രാത്രിയിൽ കറുത്ത പാറയുടെ മേലെ കറുത്ത ഉറുമ്പരിച്ച് കയറുന്നത് പോലെ ശിർക്കരിച്ച് കയറും എന്ന് പറയുന്ന സമയത്ത് പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ അത്രത്തോളം ദുർബലതയുള്ള നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടി ചിന്തിച്ചു നോക്കുക. ഇടിമിന്നൽ വെട്ടുന്ന പോലെ ആവില്ലേ നമ്മുടെ ഉള്ളിലൊക്കെ അരിച്ചു കയറുന്നത്. കൃത്യമായിക്കൊണ്ട് ഒന്നിൽ നിന്നും മുക്തരല്ല നാം, ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണ്. നാളെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷം തല താഴ്ത്തിക്കൊണ്ട് ലജ്ജയോടുകൂടി അങ്ങനെ ആ ഒരു രൂപത്തിലാണ് നാം കടന്നു ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറാൻ, ആ ഒരു അവസരത്തിൽ നിന്ന്, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ടാവാൻ എന്ത് ചെയ്യണം, എന്റെ പക്കൽ നിന്ന് എന്തുണ്ടാവണം എന്നുള്ള വിചാരണ ഇങ്ങനെ നിരന്തരമായിക്കൊണ്ട് ഉണ്ടാവേണ്ടവരാണ് ഓരോ വിശ്വാസികളും. കൃത്യമായിട്ട് നാം മനസ്സിലാക്കുക. ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന സമയത്ത് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഓരോ പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അള്ളാഹുവിന് ഇഷ്ടമുള്ള ഓരോ പ്രവർത്തികൾ ഇങ്ങനെ അധികരിപ്പിക്കുന്നതും അതൊരു പ്രയാസമുള്ള ഞെരുക്കുള്ള കാര്യമാവില്ല കേട്ടോ. പലപ്പോഴും നമുക്കൊക്കെ തോന്നുന്ന പോലെ അതൊരു ഞെരുക്കമുള്ള ഒരു കാര്യമാവുന്നതിന് പകരം അതൊക്കെ ഇങ്ങനെ ഒരു മനസ്സിന് കൺകുളിർമയേകുന്ന, സന്തോഷമേകുന്ന, ഓരോ പ്രവൃത്തിയിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴും ആനന്ദമുള്ളിൽ നൽകുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ജീവിതമായി തന്നാലെ മാറുന്നതാണ്.
നിരന്തരമായിട്ട് ഇങ്ങനെ മഹാസഭ നടത്തുന്ന സമയത്ത് പലർക്കും ഒരു നിരാശ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മനുഷ്യരെല്ലാവരും ഒരുപാട് തെറ്റുകൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നവരാണ്. മനുഷ്യർ ആ രൂപത്തിലാണ്, ആ പ്രകൃതത്തിലാണ് റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു സംശയമില്ല. അങ്ങനെ ആ ഒരു നിരാശ ഒരു രൂപത്തിലും കൈക്കൊള്ളേണ്ടതില്ല. നാം ഇങ്ങനെ നിരന്തരമായി ആത്മവിചിന്തനം നടത്തിയാൽ മാത്രം മതി എന്നാണ് റബ്ബ് പറയുന്നത്. എത്രത്തോളം തെറ്റുകൾ ഒരു പരിധിയുമില്ലാതെ ചെയ്തവരാണെന്നുണ്ടെങ്കിലും സ്വയം സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ച ആളുകളെ അള്ളാഹുവിന്റെ കാരുണ്യത്തില് നിങ്ങൾ ഇങ്ങനെ ആത്മവിചാരണ നടത്തി സ്വയം കുറ്റബോധം തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലോ തോന്നണ്ടില്ലാന്നേ. അള്ളാഹിന്റെ കാരുണ്യത്തില് നിങ്ങൾ ഒരിക്കലും നിരാശരാവേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ഒന്നുമല്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് സ്വയം പരിവർത്തനം നടത്താൻ നിങ്ങളെ തയ്യാറായിട്ടുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മാത്രം മതി. റബ്ബിനെ അള്ളാഹു പറഞ്ഞുതരാം, ഉഹദ് മലയോളം നിങ്ങൾ തെറ്റുകൾ ഇങ്ങനെ വാരിക്കോരി കൂമ്പാരമാക്കിയിട്ട് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ നിരാശരാവേണ്ടതില്ല. റബ്ബിലോട്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ റബ്ബ് അടുത്ത് ഓടി വരും എന്നുള്ള റബ്ബ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാം. ആ രൂപത്തില് യഥാർത്ഥ റബ്ബ് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു രൂപത്തില് റബ്ബിനോട് ഓരോ നിമിഷവും ചെയ്തിട്ടുള്ള ഓരോ പ്രവൃത്തികളും മുന്നിൽ ഇങ്ങനെ എടുത്ത് ലിസ്റ്റായി വെച്ചുകൊണ്ട് ആത്മവിചാരണ നടത്തുന്ന ആ രൂപത്തിൽ റബ്ബിന്റെ നിന്നുള്ള മഹാഭാഗ്യമായിട്ടുള്ള ആത്മസംസ്കരണം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിലുള്ള മഹാസൗഭാഗ്യവാന്മാരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസികും ഇയ്യായ സാനിൻ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കി അവനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ള ഓരോ ഇടപെടലുകളിലും, ഓരോ മനുഷ്യരോടും ഓരോ ജീവജാലങ്ങളോടും ഉള്ള ഇടപെടലുകളിൽ എൻ്റെ വിശ്വാസത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് ആത്മവിചാരണ നടത്തുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. 4 എണ്ണം. അതിലൊന്നാമത്തത്, അവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് കിബിർ എന്നത് പൂർണ്ണമായിട്ട് ഒഴിവായി മാറും. അഹങ്കാരം എന്നുള്ളത് അവരെ തൊട്ട് തലോടി പോകില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കിബിർ എന്നത് ഒരു വിശ്വാസിക്ക് ഒരു കാരണവശാലും സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കാത്ത ഏറ്റവും ഗൗരവമേറിയിട്ടുള്ള ഒന്നാണെന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന മിൻ ഖബ്ലിഹി മിസ്ഖാല ദർറത്തിൻ മിൻ ഫീ ഖബ്ലിഹി മിസ്ഖാല ദർറത്തിൻ മിൻ ഖബൽ. ഒരു അണുമണി തൂക്കം ഒരാളുടെ ഹൃദയത്തില് കിബിർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് നാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പല പല രൂപത്തിലുള്ള അഹങ്കാരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ, ഞാൻ ഇന്ന കുടുംബങ്ങളിൽ നിന്ന്, മറ്റവരെക്കാളും ഒക്കെ ശ്രേഷ്ഠനായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നവനാണ് ഞാൻ എന്നുള്ളത്. ഈ നാട്ടില് മുജാഹിദ് പ്രസ്ഥാനം ഞാൻ ഉള്ളത് കൊണ്ടാണ് നിലനിന്നു പോകുന്നത്, ഈ പള്ളി ഞാനില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ പല രൂപത്തില് ഇങ്ങനെ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കുക. ഒരു രൂപത്തിലും അള്ളാഹുവിന്റെ അടുത്തോട്ട് അടുക്കാൻ സാധിക്കില്ല കേട്ടോ. ഈ ആത്മവിചാരണ നടത്തുമ്പോ ഇത് ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ താനെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തായിട്ട്, മറ്റുള്ളവരെ കുറിച്ചുള്ള ഓരോ ഏഷണി, പരദൂഷണം പോലുള്ള കാര്യങ്ങള്, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ കുച്ചിക്കുറ്റങ്ങൾ ഓരോരുത്തരെ കുറിച്ച് അങ്ങനെ ആലോചിക്കാനുള്ള സമയം പോലും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ള. എങ്ങനെ സമയം ഉണ്ടാവില്ല? സ്വയം വിചാരണ നടത്തിക്കൊണ്ട് ഞാൻ എന്താണ്, ഞാൻ നാളെ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഏത് രൂപത്തിലാണ് എനിക്ക് കണ്ടുമുട്ടാൻ സാധിക്കുക എന്നുള്ള വെപ്രാളത്തിൽ നടക്കുന്നവർക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം പോലും ഉണ്ടാവൂല എന്നുള്ളതാണ്.
മൂന്നാമത്തതായിട്ട് അവർ മറ്റെല്ലാവരെക്കാളും ഈ ലോകത്തെ എല്ലാ മേഖലയിലും അവർ മുന്നേറും എന്നുള്ളതാണ്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചിട്ടുള്ള ആയത്തുകള് 61 സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് വഹും ലഹാ സാബിഖൂൻ, അവരെല്ലാത്തിലും മുന്നേറുന്നവരായിട്ടുള്ളവരെ അള്ളാഹു ഉയർത്തി അവരെ മാറ്റുന്നുള്ളതാണ്. വലിയ ക്വാളിറ്റിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉയർന്ന തലത്തിലുള്ള പെരുമാറ്റമുള്ളവരായിട്ട് അവർ തന്നാലെ മാറുന്നുള്ളതാണ്. അവസാനമായിക്കൊണ്ട് അവരിങ്ങനെ നിരന്തരം രാത്രി ഇരുന്നു കൊണ്ട് തന്റെ പ്രവർത്തനങ്ങളെല്ലാം ആലോചിച്ച് അവരുടെ ഉള്ളിൽ ആ കുറ്റബോധം ഇങ്ങനെ വരുന്ന സമയത്ത് അവർ അള്ളാഹുവിനോട് ആ പാപമോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാവും. മഗ്ഫിറത്ത് നേടുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരില് അവർ ഉൾപ്പെടും എന്നുള്ളതാണ്. റബ്ബിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റബ്ബിനോട് അതിയായി അടുക്കുന്ന, അറിയാതെ റബ്ബിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന മഹാഭാഗ്യവാന്മാരില് അവരൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജീവിതം നയിക്കാൻ അറിയാതെ ഭാഗ്യം ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാർ. കഴിഞ്ഞ മാസമാണ് മലപ്പുറം വേങ്ങരയിലുള്ള അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി താൻ 14-ാം വയസ്സിൽ ചെയ്തു പോയിട്ടുള്ള, കയ്യബദ്ധത്താൽ വന്നു പോയിട്ടുള്ള ഒരു കൊലപാതകം, തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ തള്ളിയിട്ടുകൊണ്ട് പുഴയിലോട്ട് തള്ളിയിട്ട് പിറ്റേന്നാണ് അറിഞ്ഞത് അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളത്. അവിടെ നടന്നിട്ടുള്ളതിൽ എന്താണ് തെറ്റ്, എന്താണ് തെറ്റില്ലാത്തത് എന്നുള്ളതല്ല ഇവിടെ ചർച്ച. പക്ഷേ അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് വന്നു പോയിട്ടുള്ള ഒരു തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുറം ലോകത്തെ അറിയിക്കാതെ ഈ മരിച്ചുപോയ മോഹനൻ എന്ന വ്യക്തിയുടെ കുടുംബം ഏറെക്കാലം പ്രയാസപ്പെട്ടുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ ഒരുപാട് പ്രയാസപ്പെട്ടപ്പോഴും താൻ ഈ ഒരു വിവരം പുറത്തറിയിക്കാതെ ഉള്ളിൽ വെച്ചു 40 വർഷത്തോളം എന്നുള്ള നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങൾ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ചപ്പോ ഇദ്ദേഹം സ്വയം ഇരുന്ന് ആത്മവിചാരണ നടത്താൻ തയ്യാറായി. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ജീവിതത്തിൽ പല കാര്യങ്ങളും റബ്ബ് ഇങ്ങനെ ഇട്ടുതരും. പലരും എന്നോട് തന്നെ ഇതെന്താ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര അനുഭവിച്ചു കഴിഞ്ഞിട്ടും എന്നോട് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ നൽകണോ എന്ന് പറഞ്ഞ് വെറും നിരാശരായിക്കൊണ്ട് റബ്ബ് നമ്മോട് അടുക്കാൻ ശ്രമിക്കാൻ ഇട്ടുതരുന്ന ഓരോ സാധ്യതകളും അവിടെ തള്ളി മാറ്റുന്നവരായിട്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുക. ആ ഓരോ അവസരങ്ങളും സ്വയം ആത്മവിചാരണ നടത്താൻ വേണ്ടിയിട്ട് റബ്ബ് ഇടയ്ക്ക് ഇട്ട് തരുന്ന സമയത്ത് അത് അതിനു വേണ്ടി ഉപയോഗിക്കുന്നവരെ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. അന്നേരം ഇദ്ദേഹം ഇങ്ങനെ സ്വയം വിചാരണ നടത്തി. അദ്ദേഹം സ്വയം പോയി ഭയങ്കര പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. അദ്ദേഹം ആത്മാർത്ഥമായി കൊണ്ട് പശ്ചാത്തപിച്ചതിന് ശേഷം ഈ കുടുംബത്തോടൊക്കെ ഇത് പോയി പറഞ്ഞതിന് ശേഷമാണ് എല്ലാവിധ തെളിവുകളും സമർപ്പിച്ചുകൊണ്ട് പൂട്ടിക്കെട്ടിപ്പോയ, മൺമറഞ്ഞു പോയ കേസ് ഫയലുകളൊക്കെ തിരിച്ചെടുപ്പിച്ചുകൊണ്ട് എനിക്കിതിനുള്ള ശിക്ഷ ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലായ സമയത്ത് അദ്ദേഹത്തോട് പോയിട്ട് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ഇപ്പം താങ്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഈ ജയിലിലായതിനു ശേഷം എന്താണ് ഇപ്പൊ കിട്ടിയത് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഒരുപാട് വർഷങ്ങൾ ലഭിക്കാത്ത നല്ല ശാന്തിയോടുകൂടിയുള്ള ഒരു ഉറക്കം എനിക്കിപ്പോ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, റബ്ബിനോട് ആത്മവിചാരണ നടത്തി സ്വയം തിരുത്താൻ തയ്യാറായി പറ്റുന്ന രൂപത്തിൽ എവിടെയൊക്കെ നമുക്ക് ഈ ലോകത്ത് തിരുത്താൻ പറ്റുന്ന തിരുത്തലുകൾ അതിന്റെ കൂടെ നടത്തണം കേട്ടോ. അല്ലാത്ത പശ്ചാത്താപങ്ങൾക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ആരോടെങ്കിലും ഒക്കെ അക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി അതിനോടുള്ള ക്ഷമ അപേക്ഷിച്ചുകൊണ്ട് എന്നിട്ട് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് മടങ്ങുമ്പോ പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തും എന്നുള്ളതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിൽ യഥാർത്ഥ മുഹാസബ നടത്തുന്ന, ആത്മവിചിന്തനം നടത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ റബ്ബ് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവർക്കും റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും ഏകി നാളെ അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിന് അവന്റെ അടിയാന്മാരിൽ ഒരിക്കലും സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും സാധിക്കാത്ത ഷിർക്ക് എന്ന വൻ പാപത്തിന്റെ ലാഞ്ചനയിൽ നിന്ന് പോലും റബ്ബ് നാം ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ രൂപത്തിൽ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും മുഹാസബ നടത്തി റബ്ബിനോട് അതിയായി അടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ റബ്ബ് നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമങ്ങൾ അനുഭവിക്കുന്നവർ, അനീതികൾ നേരിടുന്നവർ, വിവിധ ഗോത്രങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ, വിവിധ നിറങ്ങളിലുള്ള
മനുഷ്യർക്ക് റബ്ബ് എല്ലാവർക്കും അവന്റെ വിശാലമായ സ്വബ്ർ അവരുടെ മേൽ വർഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.